വൈക്കത്ത് ഉറവിട ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. വിതരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 14,79,298 രൂപ അടങ്കൽ തുകയായിട്ടുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമായി 60 പേർക്കാണ് ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തത്. ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണ സംവിധാനമായ ബൊക്കാഷി ബക്കറ്റുകൾ ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അടുക്കള മാലിന്യം ജൈവവളമാക്കി മാറ്റുന്നു. അടുക്കള മാലിന്യത്തെ ബൊക്കാഷിയിലൂടെ വളമാക്കി മാറ്റുമ്പോൾ ഒരു തരത്തിലുള്ള ദുർഗന്ധമോ പുഴുക്കളോ ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വീടിനകത്ത് തന്നെ സൂക്ഷിക്കാൻ സാധിക്കുമെന്നതും ഇതിന്റെ വലിയ പ്രത്യേകതയാണ്. വായു കടക്കാത്ത രീതിയിലാണ് ബൊക്കാഷി ബക്കറ്റിന്റെ രൂപകൽപ്പന. നമ്മുടെ ഫുഡ് വേസ്റ്റ് അത് നമ്മുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൗൺസിലിന്റെ തുടക്കത്തിൽ തന്നെ ബക്കറ്റ് കമ്പോസ്റ്റ് ആദ്യമായിട്ട് വൈക്കം നഗരസഭയിൽ ജൈവ മാലിന്യം സംസ്കരിക്കാൻ ഒരു ആദ്യം നിലയിൽ നമ്മൾ ബക്കറ്റ് കമ്പോസ്റ്റ് വെച്ചത്. അത് ആദ്യമായി കൊടുക്കുന്നത് ഈ കൗൺസിലിന്റെ കാലത്താണ്. പക്ഷെ അത് കുറെ പത്താക്കി കിട്ടി. ഇനിയും ആൾക്കാർ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിന് അവർക്ക് വേണ്ടി അടുത്ത പദ്ധതി അതിന് കുറച്ചുകൂടെ നല്ലൊരു പ്രോജക്റ്റ് നല്ലൊരു സംവിധാനം അതാണ് ബൊക്കാഷി. തീർച്ചയായും ഇതിന് പുറത്ത് അടിച്ചിട്ടുള്ള മുമ്പിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം ഏറ്റവും നല്ലൊരു മാലിന്യ സംസ്കരണ രീതിയാണ്. പ്രസ്തുത പരിപാടിയിൽ വൈസ് ചെയർമാൻ PT സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ഷാജി സ്വാഗതം ആശംസിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സജീവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ അയ്യപ്പൻ, കൗൺസിലർമാരായ ശ്രീ അശോകൻ വെള്ളവേലി, ബിജിമോൾ, രാജശേഖരൻ, നഗരസഭാ സെക്രട്ടറി ശ്രീമതി സൗമ്യ ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ശ്രീ അജിത് VP നന്ദിയും പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉറവിട മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഏകദേശം ഒരു 14 ലക്ഷം രൂപയോളം തുക വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നാം ഇവിടെ ആരംഭിക്കുന്നത്. സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയിൽ 180ഓളം അപേക്ഷകർ ഇതിനുണ്ടായിരുന്നു. ആ അപേക്ഷകരിൽ എല്ലാ ആളുകളും തന്നെ ഗുണഭോക്തൃ വിഹിതം അടച്ച് ഇത് സ്വീകരിക്കുമെന്നാണ് നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 60ഓളം പേര് മാത്രമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈസ അടച്ചിരിക്കുന്നത്. നമ്മൾ വളരെ നൂതനമായ നമ്മുടെ ഇവിടെ നിന്നും ഇന്നലെ നമ്മൾ ബക്കറ്റ് കമ്പോസ്റ്റ് ആയിരുന്നു നമ്മൾ നൽകിയിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇവിടെ നിങ്ങൾക്കിതിനെ ക്ലാസ് എടുക്കാൻ തന്നെ ഈ കമ്പനിയുടെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.